ഹലോ ക്യൂട്ടീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ പാർട്ട് 3 ആണ്. ആദ്യമായിട്ട് ഉണ്ടാക്കാൻ വന്ന കുറച്ച് ക്യൂട്ടായിട്ടുള്ള മിനി നോട്ട്ബുക്ക്, ചെറിയ നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ ബുക്കിൻ്റെ, നമ്മൾ കഴിഞ്ഞ വർഷത്തെ സ്കൂളിൽ പഠിച്ചതിൻ്റെ ബുക്കിൻ്റെ ബാക്കി പേജസൊക്കെ ഇല്ലേ, അപ്പോൾ ലൈൻ പേജിനാണെങ്കിൽ ഞാൻ അതിനെ ഗ്രിഡായിട്ട് വരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പ്ലെയിൻ ആണെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം അതിനൊരു കവർ ഉണ്ടാക്കണം. ഏതെങ്കിലും ആ ബുക്കിൻ്റെ തന്നെ ഏതെങ്കിലും പഴയ ഏതെങ്കിലും ബുക്കിൻ്റെ കവറായാലും മതി, ഇച്ചിരി കട്ടി ഉണ്ടായിരിക്കണം എന്നുള്ളൂ. അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള പേപ്പർ കടിച്ചെടുത്ത് നമ്മൾ ഈ സാധാരണ ബുക്ക് പൊതിയുന്ന പോലെ പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്നിട്ട് ഈ പേപ്പേഴ്സിന് കുഞ്ഞായിട്ട് എത്ര മെഷർമെൻറ്റ് വേണം നിങ്ങൾക്ക് അത്രയും മെഷർമെൻറ്റ് നിങ്ങൾക്ക് മിനി നോട്ട്ബുക്കുകൾ ഉണ്ടാക്കാം. ചെറുതോ വലുതോ ഏതാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഈ നമ്മൾ ബുക്ക് പൊതിയുന്ന പോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി വലിയ ക്യൂട്ട്നെസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മെത്തേഡ് അറിഞ്ഞാൽ പോലെ നിങ്ങൾ എല്ലാവരും ഭയങ്കര അറിയാവുന്നവരൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ നിങ്ങളുടെ എന്താ പറയുക, നമ്മുടെ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പം ക്യൂട്ടീസ് നോക്കി നമ്മളിങ്ങനെ കുഞ്ഞ് ബുക്കിൻ്റെ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നടക്കി ഇത്തിരി പശയൊക്കെ പുരട്ടി നമ്മുടെ ഈ കുഞ്ഞ് നോട്ട്ബുക്കിനെ അത് ഒട്ടിച്ചിട്ട് ഈ നോട്ട്ബുക്കിൻ്റെ പേജസിനെ ഒട്ടിച്ച ശേഷം ഇതിനകത്ത് ഒട്ടിച്ച് വെക്കണം. ഇനി വെളിയിൽ വലിയ അലങ്കോലപ്പണി ഒന്നും പറയാതെ കുഞ്ഞൊരു കണ്ണും മൂക്കും നാക്കും മാത്രമേ വരയ്ക്കുന്നുള്ളൂ, കണ്ണും മൂക്കും വായി മാത്രമേ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. ഒത്തിരി വേണമെങ്കിൽ ഡിസൈനൊക്കെ വരയ്ക്കാം, ഞാനൊന്നും വരയ്ക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കും, മെത്തേഡ് മാത്രം പറഞ്ഞാൽ പോരെ അല്ലേ. അപ്പോൾ അങ്ങനത്തെ 2 നമുക്ക് വേറെ രീതിയിലും കൂടെ ഒരു നോട്ട്ബുക്ക് കൂടെ ഉണ്ടാക്കാം. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്, ഒരു സിമ്പിളാണ്. ഇതിനെ നമുക്ക് കീ ചെയിനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഇച്ചിരി വലിയ കുറച്ച് പേജസ് എടുത്ത് സെയിം തന്നെ കാർഡ്ബോർഡിൻ്റെ കവർ നമ്മളിങ്ങനെ ബുക്കിൻ്റെ രീതിയിലെടുത്ത് പൊതിഞ്ഞ്, നിങ്ങൾക്കറിയാമല്ലോ ഇതൊക്കെ. അതിനുശേഷം ഒട്ടിച്ച ശേഷം നമ്മുടെ ബുക്കിനകത്തോട്ട് ഈ പേജസ് വെക്കുന്നത്. അപ്പോൾ ഈ ബുക്കിന് ഇച്ചിരി ഒരു ക്യൂട്ടാകാൻ വേണ്ടി ഞാനൊരു സ്പഞ്ച് പോലത്തെ സാധനത്തിൻ്റെ മുകളിൽ ഒരു കവായ സ്റ്റിക്കർ ഒട്ടിച്ച് അത് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കുക. ഒരു കവായ നോട്ട്ബുക്ക് ടൈപ്പ് ഉണ്ടാക്കാൻ ട്രാൻസ്പെറൻറ്റ് ഷീറ്റൊന്നും യൂസ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഒരു ഗ്രിഡ് വരയ്ക്കാതെ ഉണ്ടാക്കാം. അപ്പോൾ ഈ പേപ്പേഴ്സിനെ നിങ്ങളെങ്ങനെ വെക്കുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. പേപ്പർ എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച ശേഷം അതിൻ്റെ മുകളിൽ ഗ്ലൂ പുരട്ടി അല്ലെങ്കിൽ സ്റ്റാപ്ലർ ചെയ്യുക, വെച്ച ശേഷം വേണം, അത് ഉണങ്ങിയിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ട് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മിനി നോട്ട്ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കുഞ്ഞാക്കിയിട്ട് ട്രൈ ചെയ്യാം. മിനി ഡയറിയോ ഇത് തന്നെ വലിയ സൈസിലൊക്കെ നിങ്ങൾക്ക് പഴയ നോട്ടിൻ്റെ പേജൊന്നും കളയാതെ അത് വെച്ച് ഇങ്ങനെ നോട്ട്ബുക്ക് വലിയതായിട്ട് ഉണ്ടാക്കി നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്ത ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ട്രാൻസ്പെറൻറ്റ് പേപ്പറിന് ബട്ടർ പേപ്പർ ടൈപ്പാണ് വേണ്ടത്. നമ്മുടെ ഇല്ലെങ്കിൽ നമ്മൾ A4 സൈസ് പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഓയിൽ പുരട്ടുക. അമ്മയെ ചോദിച്ചിട്ട് വേണം ഓയിലൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി ഓയിലൊന്നും പുരട്ടുക, ജസ്റ്റ് ഇതിൽ സ്പ്രെഡ് ആക്കുന്ന രീതിയിൽ ഓയിൽ പുരട്ടുക. എന്നിട്ട് 2 സൈഡും പുരട്ടിയ ശേഷം നമ്മൾ എക്സ്ട്രാ ഉള്ള ഓയിൽ ടിഷ്യൂ കൊണ്ടോ തുണി കൊണ്ടോ നല്ലവണ്ണം തുടച്ച് കളയുക. തുടച്ച ശേഷം നമ്മൾ പ്രസ് നമ്മൾ തേപ്പൊട്ടി എടുത്ത് അതിൻ്റെ തേപ്പൊട്ടി എന്ന് പറയുന്നത് നമ്മുടെ പ്രസ്, അപ്പം അതെടുത്ത് അയൺ പ്രസ് ചെയ്യുക. ഒന്നുപോലെ ജസ്റ്റ് തുണി പ്രസ് ചെയ്യുന്നത് ഇതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഓയിലെല്ലാം അബ്സോർബ് ആയി. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ കുഞ്ഞു കുട്ടികളൊന്നും യൂസ് ചെയ്യേണ്ട, ആരോടെങ്കിലും പറഞ്ഞ് അവരോട് ചെയ്യിക്കുക. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ, കൈയൊന്നും പൊള്ളാതെ. അപ്പോൾ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് പേപ്പർ റെഡി ആയിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇതാണ് ബട്ടർ പേപ്പർ. നമ്മളിനി കണ്ടിച്ചെടുത്ത് പക്ഷേ ഇനി സ്റ്റിക്കിനായിട്ട് ഒട്ടിക്കുന്ന രീതിയിൽ യൂസ് ചെയ്യുക. പണ്ടൊക്കെ ആകുമ്പോൾ സ്റ്റിക്ക് എന്തെങ്കിലും നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും നമ്മുടെ ബയോളജി ബോട്ടണി എന്തെങ്കിലുമൊക്കെ ഡയഗ്രാം നമ്മൾ ഇത് ട്രേസ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റിക്കി നോട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചത്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നമുക്ക് ആ പേജസ് കാണുകയും ചെയ്യും, നമുക്ക് വേറെ സ്റ്റിക്കി നോട്ടായിട്ട് യൂസ് ചെയ്യണം. അപ്പം നമ്മുടെ ബുക്കിലൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇമേജസൊക്കെ വരയ്ക്കണ്ടേ, നമ്മുടെ ഡയഗ്രാംസൊക്കെ വരയ്ക്കണമെങ്കിൽ ഇതിങ്ങനെ യൂസ് ചെയ്തത്. അപ്പോൾ അതിന് നമ്മളൊരു വലിയ കാർഡ്ബോർഡിനകത്ത് മുകളിൽ ഒട്ടിച്ചു സ്റ്റിക്ക് ചെയ്ത് ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് സ്റ്റിക്കി നോട്ട് റെഡി. ഇത് വെച്ച് നമുക്ക് എല്ലാ ഡയഗ്രാമൊക്കെ വയ്ക്കാം. നമ്മൾ നോട്ട്ബുക്കിനകത്തൊക്കെ യൂസ് ചെയ്യാം. നമുക്കൊന്ന് ചെക്ക് ചെയ്താലും നമ്മുടെ ബട്ടർ പേപ്പർ പോലെ ഉണ്ടാക്കിയാൽ ശരി. അപ്പോൾ ഇത് ഉണങ്ങുന്നതിന് മുമ്പേ ഞാൻ എടുത്തുകൊണ്ടാണ് ജസ്റ്റ് ഇളകിപ്പോകുന്നത്, ഇല്ലെങ്കിൽ ഉണങ്ങാൻ പോകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഏതെങ്കിലും ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ, അല്ലെങ്കിൽ ക്രാഫ്റ്റിനും പറ്റിയ നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഇമേജൊക്കെ വരയ്ക്കാൻ നമുക്കിത് പറ്റിയായി. വലിയത് വരയ്ക്കണമെങ്കിൽ വലിയ പേപ്പറാണ്, അത്രേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മളുണ്ടാകുന്ന ഒരു ക്യൂട്ടായിട്ട് ഒരു സ്കെയിൽ ഉണ്ടാക്കിയല്ലോ. പഴയ സ്കെയിലൊക്കെ കൊണ്ടുപോയി നമ്മൾ മടുത്ത് എല്ലാവർക്കും വെള്ള സ്കെയിലും ഒക്കെ തന്നെയാണ്. അപ്പം നമുക്ക് വെറൈറ്റി സ്കെയിൽ ഉണ്ടാക്കാം. അപ്പോൾ അതിൽ ഇച്ചിരി കട്ടിയുള്ള പേപ്പർ എടുക്കണം, കാർഡ്ബോർഡ് ടൈപ്പ് എന്തെങ്കിലും പേപ്പർ എടുത്ത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കുക. ഡിസൈൻ വരച്ചില്ലെങ്കിൽ കളർ അടിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ കുഞ്ഞ് സ്കെയിലിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ചുള്ള പേപ്പർ വേണം എടുക്കാൻ. പിന്നെ നമ്മൾ ഇച്ചിരി സ്പേസ് വിട്ട് നമ്മൾ അതിനകത്ത് നമ്പേഴ്സ് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ എത്ര നമ്പർ വരെ സ്കെയിലുണ്ട് അത്രയും സ്കെയിലുള്ള വലിയ സ്കെയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ പേപ്പർ വേണം കേട്ടോ. കട്ടി ഉണ്ടാക്കണേ, ഇച്ചിരി കട്ടി കുറഞ്ഞില്ലെങ്കിൽ നമ്മൾ സ്കെയിൽ വെച്ച് വരയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ പേപ്പറാണെങ്കിൽ 2-3 ഒന്നിച്ച് വെച്ച് വേണം ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ചുമ്മാ നമ്മുടെ ബ്രഷ് പെൻ വെച്ച് കളർ കൊടുക്കുന്നോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് പെന്നിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കളർ അടിക്കുകയോ അല്ലെങ്കിൽ ഡിസൈൻ വരയ്ക്കുകയോ
എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം. പിന്നെ നമ്മൾ കുറച്ച് സ്റ്റിക്കർ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇച്ചിരി മടി പിടിച്ച് പരിപാടി ചെയ്യുക, വരയ്ക്കാൻ വയ്യാത്തതുകൊണ്ട്. അപ്പോൾ മോള് ഇച്ചിരി കൂടി ക്യൂട്ടാക്കാൻ വേണ്ടി നമ്മളൊരു കവായ സ്റ്റിക്കും കൊണ്ട് മോളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിനെ വെള്ളം നനയാതിരിക്കാൻ വേണ്ടി നമ്മൾ ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഇനി അടുത്ത നോർമൽ സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കുവാണേ. നോർമൽ സ്റ്റിക്കി നോട്ട് എന്ന് പറയുമ്പോഴത്തേന് സാധാരണ പോലെ പേപ്പർ എടുക്കുക, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബോർഡർ ഡിസൈൻ വരച്ച് കൊടുക്കുക. ചുമ്മാതെ വരയ്ക്കാൻ കളർ പേപ്പർ എടുക്കുക. ഇത് പേപ്പർ ആയതുകൊണ്ട് നമ്മൾ ബോർഡർ ഡിസൈൻ ഇഷ്ടമുള്ള ഇഷ്ടം പിൻട്രസ്റ്റ് നോക്കിയാൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും. നിങ്ങൾക്ക് വരയ്ക്കുന്ന രീതിയിൽ നമ്മൾ വരച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കളർഫുൾ പേപ്പർ എടുത്ത് അതിൻ്റെ മുകളിൽ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. അപ്പം നമ്മൾ 2-3 രീതിയിൽ ഞാൻ സ്റ്റിക്കി നോട്ടിൻ്റെ ഓരോ പേപ്പറേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾ ഇതുപോലത്തെ പേപ്പർ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ട് വേണം സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ ജസ്റ്റ് പാറ്റേൺ മാത്രം കാണിച്ചതാണ്. അപ്പോൾ ഇത് ഓരോന്നോരോ പാറ്റേണാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. പലതരത്തിലുള്ള പാറ്റേൺ ഞാൻ ഒന്നിത്തരത്ത് ഒട്ടിച്ചുകൊണ്ട് കാണിച്ചു തരാം. ഇതെല്ലാം ഇതുപോലത്തെ കുറേ എണ്ണം ഉണ്ടാക്കാൻ പറ്റും, സെയിം തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ പാറ്റേൺ മാത്രം ആയതുകൊണ്ട് ഞാൻ ഓരോ പേപ്പർ ഉണ്ടാക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ഇതിനകത്ത് ഒട്ടിച്ചാൽ നമ്മുടെ സ്റ്റിക്കി നോട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ സെല്ലോ ടേപ്പ് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഫെവിസ്റ്റിക്ക് വെച്ച് ഒട്ടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ ക്രാഫ്റ്റും റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഇതിപ്പോൾ ഇനിയിപ്പം ബാക്ക് ടു സ്കൂൾ സീരീസ് നിർത്തും കേട്ടോ. നിങ്ങളും പഠിച്ച് കാണുമല്ലോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കാണണം, ഫുൾ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ കൂട്ടുകാർക്കൊക്കെ അറിയാമല്ലോ നമ്മുടെ ഗിവേയുടെ കാര്യം ലാസ്റ്റ് മന്ത് അറിയാൻ പറ്റും. അപ്പം എല്ലാവരും ഈ മന്തിൽ കഴിഞ്ഞ മന്തിൽ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്ത മന്ത് നമുക്ക് വീണ്ടും കാണാം. അപ്പം ബൈ.